വെൽക്കം ടു അവർ ചാനൽ കസിൻ സെറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ശംഖുപുഷ്പം വെച്ചിട്ടുള്ള ബ്ലൂ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൂവ് എടുത്തിട്ടുള്ളത്. ശംഖുപുഷ്പം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ പൂവും ഇലയും ഒക്കെ ഈ ആയുർവേദ മരുന്നുകൾക്കൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഞെട്ടി കളഞ്ഞിട്ടാണ് ഈ പൂവ് എടുക്കുന്നത്. ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഫേമസ് ടീ ഉണ്ട്, അതിന് ഹെർബൽ ടീ എന്നാണ് പറയുക. ഇതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മളുടെ സ്കിന്നിനായാലും ഹെയറിനായാലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഞെട്ടിയും കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് നമ്മൾ റൈസ് വെക്കുന്ന വെള്ളം എത്രയാണോ എടുക്കുന്നത് ആ വെള്ളത്തിലേക്ക് ഈ പൂവ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് സാധാരണ നമ്മളിപ്പോൾ പച്ചരിച്ചോറൊക്കെ വെക്കൂലേ, അതേപോലെ വെക്കുന്നൊരു റൈസാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കഴുകി വെച്ച പൂവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൂവ് ഈ വെള്ളം തിളക്കുമ്പോൾ അതിലത്തെ ഫുള്ള് ആ ബ്ലൂ കളർ ആ വെള്ളത്തിലാവും. ഇപ്പോൾ വീഡിയോയിൽ കറക്റ്റായിട്ട് ആ വെള്ള കളറൊന്നും ശരിക്കും മനസ്സിലാവണില്ല. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിന് രുചി വ്യത്യാസമൊന്നുമില്ല, ഈ കളർ മാത്രമേ നമുക്ക് ഇതിൻ്റെ കിട്ടുന്നുള്ളൂ. അല്ലാണ്ട് ആ പൂവിട്ട് തിളപ്പിക്കുന്നത് കൊണ്ട് വേറെ ടേസ്റ്റ് അങ്ങനത്തെ വേറെ ഒന്നുമില്ല. ഒരു ബ്ലൂ കളറ് കിട്ടും ആ വെള്ളത്തിന്. ഇപ്പോൾ കണ്ട എല്ലാ കളറും ആ വെള്ളത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 2 ഗ്ലാസ് ബസ്മതി റൈസാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പും ഒരു തരി നെയ്യും ഇട്ട് കൊടുത്തിട്ട് ഇത് സാധാരണ വെറുതെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുള്ളൂ. ഇതുപോലെ കളർ കാണുമ്പോൾ മക്കൾക്കായാലും റൈസ് കഴിക്കാനൊരു ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ബസ്മതി റൈസ് വേവിച്ചിട്ട് കഴിക്കാനും ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇതിന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പരിപ്പ് കറിയാണ്. അപ്പോൾ ഇത് വെള്ളം വറ്റി വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടിയും വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് റൈസ് വേവിച്ചെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് അലുമിനിയം ഫോയിൽ കൊണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നല്ലോണം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ റൈസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് കറി ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് പരിപ്പ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പെടുത്ത ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു 3 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. പരിപ്പ് വെന്ത് വരുമ്പോഴത്തേനും അതിന് വേണ്ട മസാല റെഡിയാക്കുക. അപ്പോൾ അതിനോട് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഈ പരിപ്പ് കറിയും റൈസും ഇപ്പോൾ ഇത് കളർ നോക്കണ്ട, നമ്മൾ വെറുതെ ബസ്മതി റൈസ് വേവിച്ചിട്ട് കഴിക്കാനായാലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ വലിയ സവാള ആണെങ്കിൽ 1 എടുത്താൽ മതി. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 2 മീഡിയം സൈസിലുള്ള സവാള എടുക്കുക. അതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 2-3 വെളുത്തുള്ളി അരിഞ്ഞതും 2-3 പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒക്കെ നല്ലോണം വഴന്ന് കഴിഞ്ഞാൽ അതിലേക്കൊരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ ഇതുപോലെ 2 തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞങ്ങളുടെ നല്ല പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. തക്കാളി നല്ലോണം വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ ഇതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ആ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കരിയും. അപ്പോൾ ഇതെല്ലാം ഒന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പരിപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊന്നി റൈസും ബസ്മതി റൈസും ഒക്കെ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ പരിപ്പ് കറിയും കൂടി വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി
ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പുളി കൂടാതെ നോക്കണം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും ഇത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈസി പരിപ്പ് കറിയും ബ്ലൂ റൈസും ഇവിടെ റെഡിയായി. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.